അപ്പം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഗെയിം കിങ് ആർ സാം ബാക്ക് അഗൈൻ ഗൈസ്. നമ്മൾ പിന്നെ വന്നിരിക്കുകയാണ് പുതിയൊരു എപ്പിസോഡ്. ഈ ഒരു എപ്പിസോഡിൻ്റെ പേരാണ് ദ ഗാറ്റിൽ ഗ്രൗണ്ട്സ് എന്നങ്ങനെയാണ് ഇതിൻ്റെ പേര്. എന്തോ സീൻ പിടിച്ച ഗെയിമാണ്. സീൻ എന്ന് പറയുമ്പോൾ അത്രയ്ക്ക് സീനൊന്നുമല്ല, കുഴപ്പമില്ലാത്തൊരു നല്ലൊരു ഗെയിമാണിത്. ഇതെന്തോ ഫൈറ്റുള്ള ഗെയിമാണ്. ആക്ച്വലി ഇത് വരുമ്പോൾ നമുക്ക് ഈ കുഞ്ഞു കത്തി കാണാം. ഇതൊന്നും അല്ല, ഞാൻ കുറച്ച് കളിച്ചിട്ടുണ്ടായി. ഇതാണ് നമുക്ക് കിട്ടുന്ന സാധനം. ഓ ഗൈസ്, നെറ്റ് നമ്മളെപ്പോൾ കളിച്ചാലും ഈ നെറ്റിൻ്റെ പ്രശ്നം ഉണ്ടല്ലോടാ. ഓക്കെ ഗൈസ്, നമുക്ക് തുടങ്ങാം. ഇവിടെ ഇതാണ് നമുക്ക് ഈ കാണുന്ന വാളാണ് നമുക്ക് ആദ്യം ഇല്ലാതെ ഈ ഗെയിമിൽ ആദ്യം കിട്ടുന്നത്. ഇതേ നമുക്ക് കിട്ടുള്ളൂ. പിന്നെ നമ്മുടെ മേലെ അൺകില്ലബിൾ എന്ന് കിടപ്പുണ്ടായിരിക്കും, അതൊന്നും ആദ്യം കിട്ടില്ല ഗൈസ്. ഇനി കുറച്ച് കളിച്ചറിഞ്ഞ ഗെയിം ഇതാണ് ഗൈസ്. ഈ ഗെയിമിൽ ആ കൂടെ ഇതാണ് കിടക്കണം. ഞാൻ 44 വിന്നങ്ങ് അടിച്ചു ഗൈസ്. ഇത് കുറേ കളിച്ചായിരുന്നു, അത് റെക്കോർഡ് ചെയ്യാൻ മറന്നുപോയല്ല, റെക്കോർഡായില്ല ഗൈസ്. 44 വിൻസ് ഈ ഗെയിമിൽ ഞാൻ 44 വിൻ എടുത്തു. അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് ഈ ഇതിൻ്റെ അകത്ത് കണ്ടോ, അത് കഴിഞ്ഞിട്ട് ഇതൊക്കെ കിട്ടും എനിക്ക്. ഞാനിപ്പോൾ അൺകില്ലബിൾ ലാസ്റ്റത്തെയാണ് ഇട്ടേക്കണത്. ഇപ്പം നമുക്ക് ചുമ്മാ ഈ ഗെയിം പ്ലേ കൊടുത്ത് നോക്കാം, കാണിച്ചു തരാൻ കഴിയും ഈ ഗെയിം എങ്ങനെയാണെന്ന്. നല്ല ഫൈറ്റൊക്കെയുള്ള ഗെയിമാണിത്, നിങ്ങൾ ടെസ്റ്റ് ചെയ്യുക. ആരില്ലടാ, നമ്മുടെ ഗെയിം കിങ് ആർസിനോട് മത്സരിക്കാൻ ഇവിടെ ആരുമില്ലേ? ആരുമില്ല. ഇത് ഡോഡ്ജ് എന്ന് പറഞ്ഞാൽ കണ്ട, നമുക്ക് ഇങ്ങനെ നമുക്ക് ഡോഡ്ജ് ചെയ്യാൻ പറ്റും ഇതിൽ. ഈ ഗെയിമിൽ കണ്ട ജമ്പ് ഉണ്ട്, എക്യുപ്പ് കണ്ട, ഹെവി കണ്ട, ഇതാണ് ഹെവി കണ്ട. ഹെവി ഉണ്ട്, നമുക്ക് ലൈറ്റ് ആയിട്ട് അടിക്കാൻ പറ്റും. ഗ്രാബ് എന്ന് പറയുമ്പോൾ ഷീൽഡ് കണ്ട, ഇങ്ങനെയൊക്കെ ഉണ്ട് ഇതിനകത്ത്. ഹെവി ആയിട്ട് നമുക്ക് ഇങ്ങനെ വെട്ടണ ഒരു കളിയാണിത്. ലോബിയിലേക്ക് ഓക്കെ, നമുക്ക് ആരുടെയെങ്കിലും കൂടെ കയറേണ്ടി വരുവാടാ. ഇത് ചുമ്മാ പ്ലേ കൊടുത്ത് റാൻഡമായിട്ട് ഒരു റൂമിൽ കയറി കഴിഞ്ഞാൽ കിട്ടില്ലെന്ന് തോന്നുന്നു. നമുക്ക് ആരെങ്കിലും കൂടെ കയറേണ്ടി വരും മിക്കവാറും. ആരെങ്കിലും കൂടെ നമുക്ക് കളിക്കാം തൽക്കാലം. ഇങ്ങനെ ഓരോ മട്ടന്മാർ വന്ന് നമ്മളിങ്ങനെ അടിയും. നമ്മൾ തിരിച്ച് അവന്മാരോടെ പോകാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ഞാൻ വരാം. ഓക്കെ, ആരെങ്കിലും കയറി തരുന്നെങ്കിൽ നമുക്ക് പോവാം. ഓക്കെ, അവൻ കയറി. ഇതാണ് ഗെയിം. ഇതാടാ നമ്മുടെ എൻട്രൻസ് കാണിക്കുന്നുണ്ട കണ്ടാ. നല്ല അൺകില്ലബിൾ ഗെയിം കിങ് എന്ന് പറഞ്ഞ കണ്ടാ. അപ്പം മറ്റവൻ്റെ ഇത് കാണിക്കും കണ്ടാ. അവൻ്റെ ഇരിക്കും ആ സാധനമാണ്. ഞാൻ മറ്റേ സാധാരണ വാളിട്ടാണ് കയറിയിരിക്കുന്നത്. ഫസ്റ്റത്തെ ഇതെങ്ങനെ കാണിക്കുമെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് വാളിട്ടാണ് കഴിക്കുന്നത്. അവനും ഇന്ന് ഇന്ത്യയാണ് ഗൈസ്. അവനും ഇന്ത്യയിലുള്ള, ഞാനും ഇന്ത്യയിലുള്ള ഗൈസ്. അവൻ കണ്ട ഇങ്ങനെയാണ് കളി. അപ്പം ഞാൻ ചത്ത്. എൻ്റെ ഈ വാള് കണ്ട ഇങ്ങനെ അവൻ്റെ ഇത് കൊള്ളുകയും ചെയ്യരുത്. കണ്ട ഞാൻ ചത്ത്. കണ്ട നമ്മുടെ മേളിൽ നമ്മുടെ സൈഡിൽ കാണിക്കണതാണ് ഹെൽത്ത്. എനിക്ക് കളി അറിയാൻ കഴിയും. ഡെത്ത് കാണിച്ചു. ഇനി സെക്കൻഡ് റൗണ്ടാണ്, റൗണ്ട് 2. ഇതിൽ നമ്മൾ അവനോട് ജയിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചെറിയൊരു ചാൻസ് ഉണ്ടാവും, അല്ലെങ്കിൽ നമ്മൾ ചത്തിട്ടാണ്. അതാണ് അതിൻ്റെ ഒരു ഇത്, മനസ്സിലായോ? ചത്തയാണ്. അപ്പം അവനെ ഒരു അൾട്ടിമേറ്റ് പോയി. ഇഫക്റ്റ് കണ്ടായി, നമ്മൾ തോറ്റപ്പം അങ്ങനെയാണ്. അപ്പം ആ ഒരു ഗെയിം കണ്ട നിങ്ങൾക്ക് മനസ്സിലായില്ലേ എങ്ങനെയാണ് അത്. പ്രോ പ്ലെയേഴ്സിനോട് കളിക്കുമ്പോൾ അങ്ങനെയൊക്കെ ഇരിക്കും. നമ്മൾ കളിക്കേണ്ടത് നൂബ്സിൻ്റെ കൂടെയാണ്.
ഇവൻ 6 വിൻ. നോക്കാം ഗൈസ്, ഇത് കളിക്കാൻ പറ്റുമോ നോക്കാം, അറിയില്ല. ഓക്കെ ഗൈസ്, നമ്മുടെ കഴിഞ്ഞ പോലെ ഇൻട്രോ നോക്കാം. ഓ അവൻ്റെ കത്തിയാണ് ഗൈസ്, നമ്മൾ തോറ്റപ്പം. അവൻ വിന്ന് കുറഞ്ഞാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അവൻ്റെ ഇരിക്കുന്ന കത്തിയാണ്. ഫസ്റ്റ് സ്ട്രൈക്ക് നമ്മളെടുത്ത്. ഓക്കെ ഓക്കെ ഇതിപ്പം കണ്ടോ നോക്കാം, ഇത്രേ ഉള്ളൂ. ഓക്കെ നമുക്ക് അടികൊള്ളാൻ തുടങ്ങി. ഇനി നമ്മൾ കുറച്ച് ഭയന്ന് കാണാം. അവൻ്റെ കത്തിയാണ് നമ്മുടെ വെറും വാള്. എന്നിട്ടാണ് അവൻ നമ്മളോട് തോക്കാൻ പോകുന്ന എനിക്കറിയില്ല. തോക്കുമെന്ന് എനിക്കറിയാൻ പാടില്ല. നമുക്ക് കണ്ടു നോക്കാം. കളി കാണാൻ പോകുന്ന പൂരം കണ്ടു തന്നെ അറിയണമല്ലേ, അതാണ്. കത്തിയാൻ അയ്യോ എൻ്റെ അൾട്ടിമേറ്റ് പോയി. അപ്പോൾ ഒരു മണ്ടരാണ്ട് കളഞ്ഞെന്ന് പറയാം. അപ്പം ഞാനും അൾട്ടിമേറ്റ് കളഞ്ഞു, അവനും അൾട്ടിമേറ്റ് കളഞ്ഞു. ആ ചത്തിയാൻ ഒരടിയെങ്കിലും മാക്സിമം ഈ സെക്കൻഡ് റൗണ്ടിൽ എന്ന് പറയുമ്പോൾ ഉണ്ടല്ലോ, നമ്മൾ ജയിക്കാൻ ശ്രമിക്കരുത്. മാക്സിമം അതിൻ്റെ ഹെൽത്ത് അടിച്ച് കുറയ്ക്കാൻ നമ്മൾ ശ്രമിക്കാവുള്ളൂ. കാരണം ഇതിൽ നമുക്ക് ജയിക്കാൻ കഴിയില്ല സെക്കൻഡ് റൗണ്ടിൽ, അത് നമുക്ക് ഉറപ്പാണ്. മാക്സിമം അതിൻ്റെ ഹെൽത്ത് അടിച്ച് കുറയ്ക്കുക, എന്നിട്ട് തേർഡ് റൗണ്ട് ആകുമ്പം ജയിക്കുക. അതാണ് കളി. ഉറപ്പടിച്ചാവുമെന്നറിയാം. മാക്സിമം അവനെ ഹെൽത്ത് അടിച്ച് കുറച്ച് നമുക്കിപ്പോൾ ഫുൾ ഹെൽത്ത് ആവും. ഇനി അവനെ കൊല്ലാൻ കുറച്ച് എളുപ്പമായിരിക്കും. ജയിക്കോ ഇല്ലോ എന്ന് എനിക്ക് അറിയാൻ പാടില്ല. അവൻ ഇത് നല്ല കളിയാണെങ്കിൽ നമ്മളെ സിമ്പിളായിട്ട് തോൽപ്പിക്കാൻ പറ്റുമായിരിക്കും. നമ്മുടെ ഷീൽഡ് താഴെയുള്ള ഷീൽഡ് ശ്രദ്ധിക്കണം കേട്ടോ. ഞാനത് ശ്രദ്ധിച്ചില്ല. ഇപ്പം ശ്രദ്ധിക്കാതെ പോയി കഴിഞ്ഞാൽ ഇതുപോലെ തോക്കും. കണ്ട ഈ ഒറ്റയടി അവൻ്റെ കത്തിയും കൂടെ ആയതുകൊണ്ടില്ല. പെട്ടെന്ന് ഒറ്റയടി നമ്മുടെ ഹെൽത്ത് പറയണം. കണ്ട വേണ്ടായി അവൻ്റെ മറ്റേ സാധനം വേണ്ട. ഇനി നമുക്ക് വേണം മറ്റേ സാധനം എടുക്കാം. ഈ കത്തി കൊണ്ട് നമുക്ക് ജയിക്കാനേ പറ്റില്ല. എൻ്റെ മെയിൻ സാധനം എന്ന് പറയുന്നത് ഈ സാധനം, ഇത് മെയിനാണ്. പിന്നെ ഹാമർ നല്ല രീതിക്ക് ഹെൽത്ത് കുറഞ്ഞു കഴിച്ചു. പക്ഷേ എനിക്ക് ഇഷ്ടം ഈ സാധനമാണ്. ഹാമർ എന്ന് പറയുന്നത് ഈ സാധനം ഉണ്ടല്ലോ, ഈ ഹാമർ നല്ല രീതിക്ക് ഹെൽത്ത് കുറയും. പക്ഷേ ഇപ്പം ഹാമർ എടുക്കണ്ടല്ലോ. ആ ഓരോത്തിൻ്റെ ഇത് വെച്ച് നമുക്ക് കളിക്കാം. ആദ്യം നമുക്ക് ഇതിട്ട് കളിക്കാം. ബോത്തയ്യോ ഇപ്പം എന്തോ സംഭവം വരുന്നുണ്ടെങ്കിൽ വരാൻ പറയാനുണ്ട്. ഒന്നുകൂടെ കളിക്കട്ടെ. ഡിഡിറ്റ് എന്ന് അവൻ ജയിച്ചു എന്ന് കളി. അവൻ ജയിച്ചതിന്റെ അഹങ്കാരാണ്. അഹങ്കാരാണാ. അഹങ്കാരി. ഇവന്മാരെല്ലാരും ഇന്ത്യക്കാരാണോ? അതിന് നീ വാടാ, നീ വാ. ശവ ഒരു മൊണ്ണയാണ് ചോദിച്ചത്. അതുകൊണ്ട് നമ്മുടെ അടുത്ത് വരുന്ന ഓരോ കണ്ടടവൻ. ഈ കഴിഞ്ഞ ദിവസം ഞാൻ സ്റ്റീലേബറിനോട് തന്നെ കണ്ടാണ് ഡ്യുവൽസ് കളിച്ചപ്പോൾ. ഭയങ്കര സ്പീഡാണ് ചിലവന്മാർക്ക്. അതെന്നെ അതെങ്ങനെ അത് സ്പീഡ് കിട്ടണേ? റോബക്സ് കൊടുക്കണം സ്പീഡ് കിട്ടണമെങ്കിൽ. വാ ഇവനെ കുറച്ച് നേരം ഓടിച്ച് സെറ്റാക്കാം നമുക്ക്. അതാണ് നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റ്. ചുമ്മാ ഫസ്റ്റ് നമ്മളിങ്ങനെ വിട്ടു കൊടുക്കണം. ഒരടിയൊക്കെ അവന് കൊള്ളിക്കാനായിട്ട് കൊടുക്കണം, അല്ലെങ്കിൽ ഉണ്ടല്ലോ അവന് ബോറടിക്കില്ലേ. ഒരു വെട്ടി ഇനി അപ്പം നമുക്ക് ഇനി കയറി അടിച്ചു കൊടുക്കണം. നമുക്ക് ടർണ്ണാണ് നമ്മൾ തിരിച്ചു കൊടുക്കണം. അവൻ ഓൺലി ഹെവിയാണ് കേട്ടാ. ഹെവി മാത്രം അടിച്ച് കളിക്കുകയാണ് അവൻ. ഓ ഇഷ്ടത്ത് അൾട്ടിമേറ്റ് എന്ന് പറഞ്ഞ സാധനം വന്നിട്ടില്ലേ? മിസ്സായി.
അവനിപ്പോൾ അടിച്ച അൾട്ടിമേറ്റ് ആണ് ഗൈസ്. അത് അൾട്ടിമേറ്റ് എന്ന് പറഞ്ഞ സാധനം നല്ലൊരു സാധനമാണ്. ഈ കളിയിൽ അവനോട് ജയിക്കുവോടാ. ഇത് ഇങ്ങനെയൊക്കെ നമുക്ക് കളിക്കാവുന്ന ഒരു ഗെയിമാണ്. സിമ്പിൾ ആയിട്ട് കണ്ട അവനെ നമ്മൾ കൊന്ന്. ഓക്കെ, അവനെ ഫുൾ ഹെൽത്ത് ആയിട്ട് കയറി വന്ന് തിരിച്ച്. ഓക്കെ, നെക്സ്റ്റ് ഫൈറ്റ്. ഓക്കെ, അവനെന്തോ ഗ്ലിച്ചായി എന്നാ തോന്നുന്നത്. ഈ ഗെയിമിൽ ചില ഗ്ലിച്ചൊക്കെ വരുന്നുണ്ട്. എനിക്ക് ചില ഗ്ലിച്ചൊക്കെ വരാറുണ്ട്. അവനിപ്പോൾ വെട്ടി നമ്മളെ കൊണ്ടില്ല. അൾട്ടിമേറ്റ് മിസ്സായടാ. വിക്ടറി ചേസ്. അവനിപ്പോഴും ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടില്ല. അവനെന്തോ ഗ്ലിച്ചായെന്ന് തോന്നുന്നു. നമ്മൾ വിക്ടറി അടിച്ചിട്ടുണ്ട്. എന്തായാലും ജയിച്ചു വയസ്. ഈ കത്തി കിട്ടി നമ്മൾ ജയിച്ചിട്ടുണ്ട്. അങ്ങനെ ഒടുവിൽ 4 വിൻ. 1 മിനിറ്റ് വരാവേ മോനെ. ചെയ്തിട്ട് കളിയാ. ഇതിൽ എനിക്ക് അത്രയ്ക്ക് വിശ്വാസം ഇല്ലാത്ത സാധനമാണ്. ട്രൈ ചെയ്യാൻ കഴിച്ചു. എന്തായാലും ആരെങ്കിലും വാടാ. ആരും ഇല്ലടാ അവിടെ. കുറെ നേരമായിട്ട് ആൾക്കാര്. ഓക്കെ, അവൻ്റെ കൂടെ പോയി. ഓ, അവനും ഇത് തന്നെയാ. എടാ, അവനാണ് വിൻ കൂടുതൽ. 42 വിൻ. എനിക്ക് 44 വിന്നല്ലേ. എന്നാലും എനിക്ക് തോന്നുന്നു അവൻ എന്നെക്കാട്ടി പ്രോയാണെന്ന് തോന്നുന്നു. അവന്മാരെല്ലാം ഇന്ത്യക്കാരാണാടാ. ഈയിടെ എങ്ങാണ്ട് കണ്ടിട്ട് അവൻ്റെയിലും തോഴ, എൻ്റെയിലും തോഴ. തോഴ പോലെ നിൽക്കുന്ന സാധനം. തൊഴയെന്നാണ് പലരുടെ നാട്ടിലും പല പേരായിരിക്കും. ചിലരുടെ നാട്ടിൽ പങ്കായം എന്നൊക്കെ പറയണ സാധനം പോലെ ഇരിക്കും. ഗൈസ്, അതെങ്ങനെയാണ് ചോദിച്ചത്? കണ്ട, ഞാൻ അവനെ ഒരടി പോലും അടിച്ചില്ല. അതാണ് അവൻ്റെ. അതാണ് അവൻ്റെ കളി. നമ്മൾ അടിക്കാൻ പോകുമ്പോൾ ചാടുന്നുണ്ട്. ഞാൻ ചത്ത. അവനെ അടിച്ച് തട്ടി. അവൻ എന്നെ എൻ്റെ ഷീൽഡ് നോക്കാതെയാണ് കേട്ടോ ഞാൻ കളിക്കണേ. അതാണ് അവൻ്റെ കളി. അൾട്ടിമേറ്റ് അടിപൊളി. കറക്റ്റായിട്ട് അടിച്ചു കേട്ടോ. അവനെ ഇപ്രാവശ്യം അവൻ ചാടി വന്നപ്പം അൾട്ടിമേറ്റ് പൊട്ടി ചത്ത്. ഓ, നമ്മുടെ ഹെൽത്ത് ഉണ്ടോ ഗൈസ്? അവന് ഒരേ അടി അടിച്ച് നമ്മൾ ചാടും ചത്ത്. സീൻ തന്നെ ഭയങ്കര സീനാണ് ഗൈസ്. ഈ ഒരു സ്റ്റോറി പോയി കഴിഞ്ഞാൽ ഒരു മിനിറ്റ്. എന്തുവാന്ന് ആരെ എന്തുവാന്ന് ചുമ്മാ അവനൊരു അവസരം കൊടുത്തപ്പോ തലേ കയറി നടക്കുന്നതാ നീ. ഇത് ഒറ്റയ്ക്ക് ഭയങ്കര വെയിറ്റ് ആണ്. അതുകൊണ്ട് അടിക്കാൻ കുറച്ച് പ്രയാസമാണ്. അവൻ്റെ അൾട്ടിമേറ്റ് ഞാൻ അടിച്ച് നശിപ്പിച്ച്. ഓടാ, ഷീൽഡ് അടിച്ച് ഒട്ടക്കാണ് കഴിച്ചത് നമുക്ക്.
ഒറ്റയടി എത്ര ഉള്ളു ചത്തവൻ. നമ്മടുത്താണ് കളി. ഫസ്റ്റ് അടി തന്നെ അവന് കൊടുത്ത്. നീ ഇറങ്ങിയാടാ, നീ പേടിച്ചാ നീ. നമ്മടുത്താണ് കളി. തിരിക്കാൻ പറ്റില്ലല്ലോ എനിക്കിത്. എന്റെ ക്യാമറ ആംഗിള് തിരിക്കാൻ പറ്റണില്ല. ഓ അവനെ ക്ലൈം ചെയ്ത് വെച്ചേക്ക, ചുമ്മാ അല്ല. ക്ലൈം ചെയ്ത് വെച്ചാൽ നമ്മൾ അവൻ്റെ തന്നെ പോയിക്കൊണ്ടിരിക്കും. നമുക്കാണെങ്കിൽ ഈ ഗെയിം ഇവിടെ വെച്ച് അവസാനിപ്പിക്കണം. അവൻ്റെ കൂടെ ഒരു കളിയോടെ കളിച്ചിട്ട് നമുക്ക് ഗെയിം ഇവിടെ അവസാനിപ്പിക്കാം. ഈ ക്യാമറ ഇട്ട് കളിക്കണ്ട. എടാ നീ കയറി, ഇല്ലാത്ത കയറി. പച്ചൻ്റെ അവിടെ നമുക്കൊന്ന് കളിച്ചോളാം. ഡ്യുവലാണ് ഗൈസ്. ഇതാണ് ഗൈസ് ഡ്യുവൽ എന്ന് പറഞ്ഞ സംഭവം. സ്റ്റീൽ ബ്രാൻഡിലുള്ള ഇതേ സെയിം സാധനം ഞാൻ കളിച്ചിട്ടുണ്ടായി. അവനും എന്റെ സെയിം സാധനം എടുത്താടാ ഇവൻ. പോടാ കൊച്ചിറക്ക. ഇവൻ എന്ത് പയ്യനാണ്. നമ്മളെടുക്കണ അതേ സാധനമൊക്കെ ഇവനെടുക്കും. അവൻ ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ചുമ്മാ ഉള്ള തോന്നാസൊക്കെ കാണിച്ചിട്ട് എടുക്കുക. അവൻ ചാടുന്ന സ്ഥലത്തൊക്കെ നമുക്കും ചാടണം കൈസ്. അതാണ് നമ്മുടെ ടെക്നിക്ക് എന്ന് പറഞ്ഞത്. അതാകുമ്പോ പെട്ടെന്ന് അടിക്കാൻ എളുപ്പം. അവനെ ചാട്ടമാണ് അവൻ്റെ മെയിൻ. അത് ഞാൻ കണ്ടുപിടിച്ചു കൈസ്. അവൻ ചാടിയാണ് നമ്മളെ അടിക്കാൻ നോക്കുന്നത്. പക്ഷെ അൾട്ടിമേറ്റ് യൂസ് ചെയ്തപ്പോഴേക്കും അവൻ്റെ തട്ടി. നേരത്തെ അവൻ ഇത്രയും പോലെ എടുത്ത് കളക്കാതെ നമ്മളിപ്പോൾ കുറച്ച് ലൈസ്. ഓരോരുത്തരും ഓരോ രീതിയിലാണ് നമ്മളോട്. ഓ ഷേ, അതെങ്ങനെയാണ് കൊണ്ടേ? ചാടിയല്ലടാ കറക്റ്റ് വേണ്ടി ഞാൻ. ഓക്കെ ഗൈസ്, അപ്പം പറഞ്ഞ പോലെ തന്നെ ഈ ഒരു വീഡിയോ വെച്ച് അവസാനിപ്പിക്കുകയാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക. ഗൈസ് ഒരു മിനിറ്റ്, അതിനേക്കാൾ മുമ്പേ ഗൈസ് ആരാണ്ട് എനിക്ക് എന്തോ കമൻ്റ് ഒക്കെ ഇട്ടായിരുന്നു. ഗെയിം ഭയങ്കര ശല്യം. ആരാണ്ട് എനിക്കൊരു കമൻ്റ് ഇട്ടായിരുന്നു, ഈ വോയിസ് ചാറ്റ് അൺലോക്ക് ചെയ്തിട്ട് കിട്ടിയെന്നില്ല എന്ന്. അതിൻ്റെ ഒരു വോയിസ് ചാറ്റ് അൺലോക്ക് ചെയ്തായിരുന്നു, അത് കിട്ടിയില്ല. അതിൻ്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ ഞാൻ നമ്മുടെ ചാനലിൽ ഉടനെ വരുന്നതായിരിക്കും. നിങ്ങളത് ഞാൻ വോയിസ് ചാറ്റിൻ്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ ഞാൻ ഇടാം ഗൈസ്. വെയിറ്റ് ചെയ്യുക. ഒരാൾ എനിക്ക് കമൻ്റ് ഇട്ടു, പേര് ഞാൻ ഓർക്കുന്നില്ല. ആൻഡ് നമുക്ക് ആ ഒരു വോയിസ് ചാറ്റിൻ്റെ ഒരു വീഡിയോ നമുക്ക് ഇടാം. ഓക്കെ ഗൈസ്, ഇത്രേ ഉള്ളൂ. വോയിസ് ചാറ്റിൻ്റെ ഫുൾ ഒരു വീഡിയോ ഉറപ്പായിട്ടും വരും, എങ്ങനെ അൺലോക്ക് ചെയ്യുന്നതെന്ന്. ഈ ഗെയിമിൽ വോയിസ് ചാറ്റ് കാണില്ല, കാരണം ഈ ഗെയിമിൽ വോയിസ് ചാറ്റ് ഇല്ലാത്തതാണ്. അതുകൊണ്ടാണ് ന്യൂബ് എന്നാ മോനെ ന്യൂബ്. ഷേ ഇടിക്കാൻ പറ്റില്ല. അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾക്കൊരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം അത്രയുള്ള ഒരു വീഡിയോ. അപ്പം ഓക്കെ ബൈ ഗൈസ്. അപ്പം താങ്ക് യു ഫോർ വാച്ചിങ്.